ഓരോ സ്ഥലത്തിനും അതിൻ്റെ ചില അടയാളങ്ങളുണ്ട്. കൊച്ചിയെ പറ്റി പറയുമ്പോൾ ഞങ്ങളൊക്കെ ആദ്യം ഓർക്കുന്നത് ആ കായലിൻ്റെ തീരത്തും കടലിൻ്റെ തീരത്തുമൊക്കെ നിരത്തി വച്ചിരിക്കുന്ന ചീനവലകളാണ്. ഈ ചീനവലകൾ ഒരു കാലഘട്ടത്തിൻ്റെ ഓർമ്മ നമുക്ക് തരുന്നു. അത് ഈ ചൈനീസ് നെറ്റ് എന്ന് പേര് വരാൻ കാരണം അത് ഈ ഒരു സമ്പ്രദായത്തിലുള്ള ഒരു വല വികസിപ്പിച്ചെടുത്തത് ചൈനക്കാരാണ്. എന്നാൽ നമ്മൾ ഇന്ന് കൊച്ചിയിൽ കാണുന്ന ചീനവലകൾ ചൈനയിൽ നിന്ന് വന്നതല്ല. അത് പോർട്ടുഗീസുകാരുടെ ഒരു കോളനിയായിരുന്നു മക്കാവോ. ഹോങ്കോങ് പോലെ മക്കാവോയും പോർട്ടുഗീസുകാരുടെ കോളനിയായിരുന്നു. ആ മക്കാവോയിലായിരുന്നു അവർ ഈ ചീനവലകൾ പ്രചരിപ്പിച്ചത് പോർട്ടുഗീസുകാരുടെ കാലത്ത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രോഫിറ്റിനെ പറ്റി അവർക്ക് വ്യക്തമായ ഒരു ധാരണ കിട്ടി. അങ്ങനെ അവർ ഈ ചീനവലകൾ കൊച്ചി കോട്ടയിൽ കൊണ്ടുവന്നു. വില്യം ഫോർട്ട്, കൊച്ചിയിലെ മാനുവൽ ഫോർട്ട്, ആ മാനുവൽ ഫോർട്ട് കൊണ്ടുവന്നു. അത് കഴിഞ്ഞിട്ട് കൊച്ചിയിലെ കോട്ട വഹിച്ചു. പിന്നെ കോട്ടയുടെ പരിസരങ്ങളിലേക്ക് അത് ക്രമേണ വ്യാപിക്കുകയായിരുന്നു. നാട്ടുകാർക്ക് ഒരു വളരെ സിമ്പിളായിട്ടുള്ളൊരു മെക്കാനിസമാണ്. ഒരു ഭാരം ഉള്ളൊരു കല്ല് കെട്ടിവെക്കുന്നു, ആ കല്ല് പൊന്തിക്കുന്നു, വല മെല്ലെ താഴുന്നു. അത് കഴിഞ്ഞിട്ട് മീനുകളെ അങ്ങോട്ടേക്ക് ആകർഷിക്കാനുള്ള എന്തെങ്കിലും മീനുകൾക്ക് തീറ്റയോ എന്തെങ്കിലും ഉണ്ടാവും, അല്ലെങ്കിൽ വിളക്കുണ്ടാവും, വെളിച്ചമുണ്ടാവും. അങ്ങനെ മീനുകൾ അങ്ങോട്ടേക്ക് ആകർഷിച്ചെത്തും. അപ്പോൾ അവർ കോരിയെടുക്കും. അതാണ് ചീനവലകൾ ചെയ്യുന്നത്. ഈ ചീനവലകളുടെ അതിനകത്തുള്ളൊരു കൗതുകം, അതുപോലെ അത് കാണുമ്പോഴത്തെ ഒരു കൗതുകം, പിന്നീട് അതിലൊക്കെ ഉപരി അധ്വാനഭാരം കുറവാണ്. മറ്റ് പുറംകടലിലേക്ക് തിരമാലകളെ ഭേദിച്ചുകൊണ്ട് മീൻ പിടിക്കാൻ പോകുന്നവരുടെ ജീവിതത്തിൽ സാഹസികതയുണ്ട്. ഇതിവിടെ ഒന്നും വേണ്ട, കരയിലിരുന്ന് കൊണ്ട് കാര്യം സാധിക്കാൻ പറ്റും. അത് മനുഷ്യൻ്റെ അധ്വാന ഭാരത്തെ കുറയ്ക്കുന്നു എന്നുള്ളത് ഈ ചീനവലയുടെ ഒരു വലിയ പ്രത്യേകതയാണ്. മനുഷ്യരെങ്ങനെയാണ് സാംസ്കാരികമായിട്ട് മുന്നേറുമ്പോൾ അവൻ്റെ അധ്വാന ഭാരത്തെ കഴിയുന്നത്ര കുറയ്ക്കാൻ നോക്കും. അതിനാണ് യന്ത്രങ്ങളെ കണ്ടുപിടിച്ചത്, യന്ത്രങ്ങൾ ഉപയോഗിക്കുന്നത്. ഈ യന്ത്രത്തിന് ഇവിടെയാകട്ടെ പ്രത്യേകിച്ചൊരു ഇലക്ട്രിസിറ്റിയുടെയോ അല്ലെങ്കിൽ മറ്റ് സൗകര്യങ്ങളുടെയോ ഒന്നും ആവശ്യമില്ല. ഇത് തീർച്ചയായിട്ടും സഞ്ചാരികളെ ആകർഷിക്കും. കൊച്ചിയിലെ ടൂറിസത്തിന് നൽകുന്ന ഒരു ഭംഗി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അന്തസ്സ്, അതിലെ ഈ പറയുന്ന ചീനവലകൾ ഉൾപ്പെടും. ബോൾഗാട്ടി പാലസിലിരുന്നു കൊണ്ട് പടിഞ്ഞാറേക്ക് നോക്കുമ്പോൾ നമുക്ക് അഴിമുഖം കാണാൻ പറ്റും. ആ അഴിമുഖത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് ഒരു മധ്യകാലഘട്ടത്തിലെ ചരിത്രം തന്നെ നമ്മുടെ മനസ്സിലേക്ക് കയറി വരും. വാസ്കോ ഡ ഗാമയെ പോലെയുള്ള, അല്ലെങ്കിൽ കബ്രാളിനെ പോലെയുള്ള, അല്ലെങ്കിൽ മറ്റ് പോർട്ടുഗീസ് അൽഫോൺസോ ഡി ആൽബുക്കർക്കിനെ പോലെയൊക്കെയുള്ള സഞ്ചാരികൾ വരുന്നു. സ്വാഭാവികമായിട്ട് അവർ നമ്മുടെ നാടിനെ നന്നാക്കാൻ വേണ്ടിയൊന്നുമല്ല വന്നത്. അവർ വന്നത് അവരുടെ വ്യാപാരമായ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. പക്ഷേ കേരളത്തിലെ അന്നത്തെ ഒരു ഭരണാധികാരികൾ തമ്മിലുള്ള അനൈക്യം അവർക്ക് പെട്ടെന്ന് മനസ്സിലായി. ആ അനൈക്യം അവർ മുതലെടുത്തു. അന്ന് കേരളത്തിലുണ്ടായിരുന്നൊരു പ്രത്യേകത എന്ന് പറയുന്നത്, കോഴിക്കോട്ടെ സാമൂതിരിമാരും കൊച്ചിയിലെ രാജാക്കന്മാരും പരസ്പരം ഒരിക്കലും അവർ ഒന്നിക്കുകയില്ല. അവരെപ്പോഴും ശത്രുക്കളാണ്, നിത്യശത്രുക്കൾ. ആ നിത്യശത്രുതയെ പോർട്ടുഗീസുകാർ ഫലപ്രദമായിട്ട് അവരുടെ ആവശ്യങ്ങൾക്കായി ഉപയോഗപ്പെടുത്തി. ആ കാലഘട്ടത്തിൻ്റെ ചരിത്രം വേണമെങ്കിൽ നമുക്ക് ഒരു ഒറ്റ വാക്യത്തിൽ നമുക്ക് സംഗ്രഹിക്കാം: വാണിജ്യത്തിലൂടെ പാരതന്ത്ര്യം. അതാണ് കേരളത്തിൻ്റെ മധ്യകാല ചരിത്രം. വാണിജ്യത്തിലൂടെ അഭിവൃദ്ധി ആണ് വാസ്തവത്തിൽ വേണ്ടത്. പക്ഷേ ഇവിടെ നമ്മളാകട്ടെ വാണിജ്യത്തിലൂടെ നമുക്ക് സ്വാതന്ത്ര്യം തന്നെ നഷ്ടപ്പെട്ടു. കുറേ കഴിഞ്ഞപ്പോൾ
ഏത് താവഴിയിൽപ്പെട്ടവരെയാണ് കൊച്ചി തമ്പുരാക്കന്മാരായിട്ട് ഭരണം നടത്തേണ്ടത് എന്നത് പോർച്ചുഗീസുകാർ തീരുമാനിക്കും. പോർച്ചുഗീസ് ഗവർണർ തീരുമാനിക്കും. ഗവർണറെ ഗോവർണദോർ എന്നാണ് അന്ന് എറണാകുളം മലയാളത്തിൽ പറഞ്ഞിരുന്നത്. ഈ ഗോവർണദോറാണ് തീരുമാനിക്കുന്നത്. ഗോവർണദോറിനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നാട്ടുകാരിൽപ്പെട്ട ക്രിസ്ത്യാനികളുടെ കേസും വഴക്കുമെല്ലാം അവരാണ് കേൾക്കേണ്ടത്, അതിനൊക്കെ പരിഹാരം കാണേണ്ടത്. ക്രിസ്ത്യാനികളുടെ മാത്രമല്ല, ഗൗഡസാരസ്വത ബ്രാഹ്മണരും പോർച്ചുഗീസുകാരുടെ പ്രജകളാണ്. അവരുടെ തർക്കങ്ങളും ഒക്കെ കേൾക്കേണ്ടത് ഈ കൊച്ചിയിലെ പോർച്ചുഗീസ് ഗവർണറാണ്. ആ നിലയിലേക്ക് കാര്യങ്ങൾ ചെന്ന് എത്തി. അതിനിടയ്ക്ക് സ്വാഭാവികമായിട്ട് അവിടെയും അഴിമതിയും സ്വജനപക്ഷപാതവും ഒക്കെ അവിടെ ഉണ്ടായി. പോർച്ചുഗീസുകാരുടെ ശ്രദ്ധ കൊച്ചിയിൽ നിന്ന് ഇതിനിടയ്ക്ക് ഗോവയിലേക്ക് മാറി. അപ്പോൾ ഗോവയും കൊച്ചിയും കൂടി ശ്രദ്ധിക്കാൻ അവർക്ക് കഴിയാതെ വന്നു. ഇതിനിടയ്ക്ക് ഡച്ചുകാർ വന്നു. ആ ഡച്ചുകാരുടെ ആക്രമണങ്ങൾ ഉണ്ടായി. അത് നേരിടാൻ അല്ലെങ്കിൽ അതിനെ എതിരിടാൻ ഈ പറങ്കികൾക്ക് കഴിയാതെ പോയി. പിന്നെ ഒരു 1.25 നൂറ്റാണ്ട് ഡച്ചുകാരുടെ ആധിപത്യമായിരുന്നു കേരളത്തിൻ്റെ പടിഞ്ഞാറൻ തീരങ്ങളിൽ. നേരത്തെ പോർച്ചുഗീസുകാർ പണിഞ്ഞിരുന്ന കൊച്ചി കോട്ടയും അതുപോലെ കൊടുങ്ങല്ലൂർ കോട്ടയും അതുപോലെ കണ്ണൂർ കോട്ടയും എല്ലാം ഡച്ച് കോട്ടകളായിട്ട് മാറി. തെക്ക് കൊല്ലത്ത് തങ്കശ്ശേരി കോട്ടയുണ്ട്. അതും പോർച്ചുഗീസുകാരുടെ കോട്ടയായിരുന്നു. അതും പിന്നീട് ഡച്ചുകാരുടെ അധീനതയിൽ വന്നു. പിന്നെ ഇംഗ്ലീഷുകാർ വരുന്നു, ഡച്ചുകാർ പിൻവാങ്ങുന്നു. അത് അങ്ങനെ നമ്മുടെ ഈ വാണിജ്യത്തിന് വേണ്ടിയുള്ള മത്സരങ്ങളിൽ ഇപ്പോൾ ബാക്കി നിൽക്കുന്നത്, ഇതിനെയൊക്കെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ബാക്കി നിൽക്കുന്നത് നമ്മുടെ പടിഞ്ഞാറൻ തീരങ്ങളിൽ കാണുന്ന ചീനവലകളാണ്. ചീനവലയെക്കുറിച്ച് പറയുമ്പോൾ മഹാകവി ശങ്കരക്കുറുപ്പിൻ്റെ അതിമനോഹരമായൊരു കവിതയുണ്ട്. അഴിമുഖത്തേക്കെന്ന് പറയുന്ന കവിതയിലാണ് അദ്ദേഹം ചീനവലയെക്കുറിച്ച് പറയുന്നത്. ആ ചീനവല ഇങ്ങനെ മെല്ലെ മെല്ലെ താഴുന്നതും സമുദ്രത്തിലേക്ക് ആണ്ടിറങ്ങുന്നതും മീനുകളെയുമായിട്ട് അത് പൊങ്ങി വരുന്നതുമെല്ലാം കവി ഒരു ശിശുവിൻ്റെ അത്ഭുതത്തോടെ അതിനെ കാണുകയാണ്. എൻ്റെ മുമ്പിൽ ഒരു സ്റ്റാമ്പ് ഉണ്ട്. അത് കൊച്ചി അഞ്ചൽ വകുപ്പ് പുറത്തിറക്കിയതാണ്. കൊച്ചിയിലെ പരീക്ഷത്ത് തമ്പുരാൻ എന്ന് പറയുന്ന രാമവർമ്മ തമ്പുരാന് തൊട്ട് മുമ്പുള്ള കൊച്ചി തമ്പുരാൻ അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ ചിത്രവും ഉണ്ട്. 1948 48 വരെ കൊച്ചി മഹാരാജാക്കന്മാരാണ് ഭരിച്ചിരുന്നത്. അവരെ ഉപദേശിക്കാനായിട്ടൊരു മന്ത്രിസഭയുണ്ടായിരുന്നു. അത് കൂടാതെ ദിവാനുണ്ടായിരുന്നു. 1948 ആയപ്പോഴാണ് ട്രാവൻകൂറും കൊച്ചിയും തമ്മിലുള്ള മെർജർ, അതിൻ്റെ ഒന്നിക്കൽ നടന്നത്. അത് കഴിഞ്ഞിട്ടിപ്പോൾ 75 വർഷമായി. 75 വർഷമായിട്ട് എന്തൊരു മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് അത്ഭുതപ്പെടാം. പഴയ കാലത്ത് ഈ തിരുവിതാംകൂറിലൊരു പ്രയോഗമുണ്ട്. ഇവിടെ ആരോടെങ്കിലും ഒരു അവഗണന കാണിക്കുകയാണെങ്കിൽ തിരുവിതാംകൂറുകാരൻ പറയും, ഞാനെന്താ കൊച്ചി തമ്പുരാൻ്റെ പ്രജയാണെന്നാണോ വിചാരം എന്ന് പറഞ്ഞാൽ കൊച്ചി തമ്പുരാൻ്റെ പ്രജയെ തിരുവിതാംകൂറുകാർ രണ്ടാം തരക്കാരായിട്ടാണ് കണ്ടിരുന്നത്. അപ്പം തിരുവിതാംകൂറുകാർ തന്നെ എന്തെങ്കിലും പരിഭവം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ പരാതി ഉണ്ടാകുമ്പോൾ അവർ പറയുന്ന ഒരു പ്രയോഗമാണ്, ഞാൻ കൊച്ചി തമ്പുരാൻ്റെ പ്രജയൊന്നുമല്ല, ഞാൻ സാക്ഷാൽ തിരുവിതാംകൂറിലെ പ്രജ തന്നെയാണ് എന്ന് പറയുന്നത്. വാസ്തവത്തിൽ തിരുവിതാംകൂറും കൊച്ചിയും തമ്മിൽ അന്ന് ആരോഗ്യകരമായ ഒരു മത്സരം ഉണ്ടായിരുന്നു. മറ്റൊന്നിനുമല്ല, വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ, അതുപോലെ പബ്ലിക് ഹെൽത്തിൻ്റെ കാര്യത്തിൽ, അതുപോലെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ, പ്രാഥമിക വിദ്യാഭ്യാസത്തിൻ്റെയും ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെയും കാര്യത്തിലും, അതുപോലെ പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങളുടെ കാര്യത്തിലും ഞങ്ങളായിരിക്കണം മുൻപിൽ എന്ന് തിരുവിതാംകൂർ സ്വാഭാവികമായി ആഗ്രഹിച്ചു. തിരുവിതാംകൂറിനേക്കാളും ഒരു പടി ഞങ്ങളായിരിക്കണം മുമ്പിൽ എന്ന് കൊച്ചിയും ആഗ്രഹിച്ചു. അപ്പം ആ ആരോഗ്യകരമായ മത്സരം രണ്ട് പ്രദേശങ്ങൾക്കും പ്രയോജനപ്പെട്ടു.
തിരുവിതാംകൂറും അത് കഴിഞ്ഞാൽ കൊച്ചിയുമായിരുന്നു അന്ന് ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളിൽ വെച്ച് സാക്ഷരതയിൽ മുൻപന്തിയിൽ നിന്നിരുന്നത്. പ്രാഥമിക വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ മുൻപന്തിയിൽ നിന്നിരുന്നു. ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ കൽക്കട്ടയും ബോംബെയും ഡൽഹിയും മറ്റുമായിരുന്നു നമ്മളെക്കാളൊക്കെ വളരെ മുന്നിൽ. അപ്പോൾ ആ ആരോഗ്യകരമായ മത്സരവും ഇവിടെ ഈ സന്ദർഭത്തിൽ ഞാൻ ഓർക്കുന്നു. പൊതുവെ പറഞ്ഞാൽ കൊച്ചിയിലെ അഞ്ചൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്റ്റാമ്പുകളിൽ അങ്ങനെ ബ്രൈറ്റ് കളേഴ്സൊന്നും ആയിരിക്കത്തില്ല, ഒരു ലൈറ്റ് കളേഴ്സിലാണ്. തിരുവിതാംകൂറിൻ്റെ അഞ്ചൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇതും അങ്ങനെ തന്നെയാണ്. കളേഴ്സ് കുറച്ചുകൂടെ ബ്രൈറ്റായിരുന്നു, പക്ഷേ വലിയ വൈവിധ്യമൊന്നുമില്ല. ഒരു വൈവിധ്യത്തിലേക്കുള്ളൊരു ചുവടുവെപ്പ് എന്നും കൂടി ഈ സ്റ്റാമ്പിനെ വിശേഷിപ്പിക്കാം. സാധാരണ അവിടെ രാജാവിൻ്റെ ഒരു ശിരസും മറ്റേ നെഞ്ചിൻ്റെ പകുതിയുമൊക്കെ കാണുകയുള്ളൂ. ഒരു ലോക്കൽ കളർ ആ സ്റ്റാമ്പിന് കൊടുക്കാറില്ല. ഇവിടെ ആകട്ടെ ആ ലോക്കൽ കളർ കൂടി വേണം എന്ന് കൊച്ചിയിലെ ഭരണകൂടം തീരുമാനിക്കുകയാണ്. അതിപ്രഗത്ഭനായ ഷൺമുഖൻ ചെട്ടി അന്ന് കൊച്ചിയിലെ ദിവാനായിരുന്നു ആ കാലഘട്ടത്തിൽ. പിന്നീട് അദ്ദേഹം ഇന്ത്യയിലെ ധനകാര്യമന്ത്രിമാരായിട്ടുള്ള ഒരാളായിട്ട് പോകുന്നുണ്ട്. അതുപോലെ പ്രാദേശികമായിട്ട് അവിടെ നല്ല മന്ത്രിമാരുണ്ടായിരുന്നു. സഹോദരൻ അയ്യപ്പൻ കൊച്ചിയിലെ മന്ത്രിയായിരുന്നു, ടി.എം. നായർ മന്ത്രിയായിരുന്നു, അതുപോലെ പനമ്പള്ളി ഗോവിന്ദമേനോൻ, അങ്ങനെ പ്രഗത്ഭരായിട്ടുള്ള ആളുകളായിരുന്നു. ഉപദേശക സമിതിയുടെ റോളേ അവർക്കുണ്ടായിരുന്നുള്ളൂ എങ്കിലും മന്ത്രിമാരായിട്ട് ഉണ്ടായിരുന്നത്. ചുരുക്കം പറഞ്ഞാൽ ഈ സ്റ്റാമ്പ് 1948 കാലത്തെ കൊച്ചിയെപ്പറ്റി ഓർമ്മിപ്പിക്കാൻ ഒരു വക തരുന്നു. അതാണ് ഈ സ്റ്റാമ്പിൻ്റെ പ്രത്യേകത.